പദവി നൽകിയാൽ പാട്ടിലാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് VSന്റെ വായടപ്പിക്കാനാണ് ഇങ്ങനൊരു പദവി നൽകിയത് എന്ന്? VS ഇനി വലിയ ആദർശമൊന്നും പറയാതിരുന്നാൽ മതി. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞു പോയിക്കോട്ടെ, ഞങ്ങൾക്ക് ആർക്കൊരു വിരോധമില്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് ഊതി വീർപ്പിച്ച സങ്കല്പമാണ് എന്ന് ഞങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ഇപ്പോൾ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഈ പ്രായത്തിൽ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടുള്ളതാണ്, ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ അത് ആ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് നിന്ന് മുഴുവൻ വെളിയിലാക്കി. എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഒരു കാവലാളായി അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭരണത്തിൻ്റെ കാവലാളായി നിൽക്കും, ജനത്തിനോടൊപ്പം നിൽക്കും എന്ന് പറയേണ്ടതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അത് പറയുമെന്നുള്ളതാണ്. പക്ഷേ ഇവരൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം കൊടുത്തു. അത് ഇതിന് ഒരു മറുവശം വേറൊന്ന്, CPMനെ സംബന്ധിച്ചിടത്തോളം അല്ല, ആ പാർട്ടിക്കകത്തുള്ള ഈ വലിയ പ്രതിസന്ധി, ഉണ്ടാകാമായിരുന്നൊരു പ്രതിസന്ധി പരിഹരിക്കാനായി സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് എത്ര കോടിയാണ് ചെലവഴിക്കുന്നത്. ഇദ്ദേഹത്തിന് കൊടുക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ്, ആ കൂട്ടത്തിൽ 2 മെമ്പർമാരെയും കൂടെ, രണ്ടുപേരും ചീഫ് സെക്രട്ടറിയുടെ റാങ്കിൽ. ചീഫ് സെക്രട്ടറിമാരെയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം കണ്ടാന്ന് തോന്നുന്നു, 2 ലക്ഷത്തിൽ കൂടുതലും കണ്ടാണ്. ഇതെന്തായി നടക്കുന്നത്? അപ്പം ശരി, നിങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുക കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ, ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുകയാണ്, സംസ്ഥാനത്തിന് ഇത്ര കോടി രൂപ നഷ്ടം വരുന്നുണ്ട്, അത് ഞങ്ങളോട് ക്ഷമിക്കുക, ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ആദർശമൊക്കെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, എങ്കിലും അതൊക്കെ നിങ്ങൾ മറക്കുക പൊറുക്കുക എന്ന് കേരളത്തിലെ പബ്ലിക്കിനോട് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഈ പോസ്റ്റ് കൊടുക്കുക. ബഹുമാനപ്പെട്ട ശ്രീ അച്യുതാനന്ദന് ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഈ പോസ്റ്റ് എടുക്കാൻ പാടില്ല. അദ്ദേഹത്തിന് എത്രയോ താഴെ പോകുന്നു. ആളുകളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ആ യെച്ചൂരിക്ക് കത്ത് കൊടുത്ത് അന്ന് പോയതാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും. യെച്ചൂരിക്ക് അദ്ദേഹം കത്ത് കൊടുക്കുന്നു, എനിക്ക് 3 സ്ഥാനങ്ങൾ വേണമെന്ന്. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ എഴുതി, ഞങ്ങളാദ്യമൊക്കെ ഓർത്തത് യെച്ചൂരി ഇങ്ങോട്ട് എഴുതി കൊടുത്തതാണ്, പിന്നീടല്ലേ അറിയുന്നത് അങ്ങോട്ട് കൊടുത്തതാണെന്ന്. അതുകൊണ്ട് ഇനി അദ്ദേഹം വലിയ ആദർശമൊന്നും പറയുകയും കേരളത്തിലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ഓർക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ അദ്ദേഹത്തിന് നെഞ്ചത്തോട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. ബാക്കി എത്രയോ ആളുകളെ അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിനിടയിൽ. എന്തായാലും പിണറായി വിജയൻ ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഈ അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ ആദർശധീരനായി ഇത്രയും കാലം കേരളം കൊണ്ടു നടന്ന ഒരാളിനെ, ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ വിഷമിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ പെട്ടിയിലാക്കി അദ്ദേഹത്തിൻ്റെ വായടച്ചു പൂട്ടി എന്നുള്ളതാണ് ഇന്നത്തെ നടന്നിരിക്കുന്നൊരു കാര്യം. ശ്രീ AN ഷംസീർ, ഈ രൂപത്തിലുള്ള വിമർശനം ക്ഷണിച്ചു വരുത്തിയതല്ലേ നിങ്ങൾ? ഈ കാര്യത്തിൽ നിങ്ങൾ അനാവശ്യമായ ഒരു ദുരൂഹത സൃഷ്ടിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഇരട്ടപ്പദവി പ്രശ്നം വന്നു, അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ നിയമം കൊണ്ടുവന്നു. ആ ചർച്ചയിൽ നിങ്ങൾ VSനെതിരായ വിമർശനം ഉയർന്നപ്പോൾ പ്രതിരോധം തീർക്കുകയുണ്ടായില്ല. മാധ്യമങ്ങൾ പിന്നീട് അത് ആക്ഷേപമായി ഉന്നയിക്കുകയുണ്ടായി. സഭയിൽ കണ്ടത് എത്ര ഏകപക്ഷീയമായ സമീപനമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ശർമ്മ മാത്രമുണ്ടായിരുന്നു VSന് പ്രതിരോധം തീർക്കാൻ. ഒരു ഘട്ടത്തിൽ VS തന്നെ ഈ ചർച്ചയിൽ ഇങ്ങനെ ഇരുന്ന് പ്രതിരോധത്തിലാകേണ്ട എന്ന് കരുതി സഭയിൽ പിന്നീട് തുടരാതെ പോവുകയും ചെയ്തു. ഈ ഒരു തീരുമാനത്തിന് ശേഷം നിയമമന്ത്രി കൂടിയായ AK ബാലൻ പറഞ്ഞത് എന്താണ്? VSന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പദവി അല്ല അത്, ഏത് MLAക്കുമാകാം. ഇങ്ങനെ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഓരോ ഘട്ടത്തിലും സുരക്ഷിതമായ അകലം പാലിച്ചു. അതുകൊണ്ട് നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ വിമർശനമല്ലേ ഇതെല്ലാം? അതിൽ വേണു, ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി, ഭരണപരിഷ്കാര കമ്മീഷൻ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. അത് വേണു നിഷേധിക്കുമോ എന്ന് എനിക്കറിയില്ല, ജോസഫ് വാഴക്കൽ നിഷേധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഭരണപരിഷ്കാര കമ്മീഷൻ വേണം എന്നത് ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. കാരണം കേരളത്തിലെ ഭരണരംഗത്ത് ചില പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഈ റെഡ് ടേപ്പിസത്തിന് പരിഹാരം ഉണ്ടാവണം. ഒരു ടേബിളിൽ നിന്നും അപ്പുറത്തെ ടേബിളിലേക്ക് ഫയൽ പോകാൻ 1 മാസവും 2 മാസവും എടുക്കുന്നു. ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവിതമാണ് എന്ന രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പരസ്യമായി പ്രസംഗിക്കേണ്ടി വന്നതും ഈ ഘട്ടത്തിലാണ്.
അപ്പം അതുകൊണ്ട് ഭരണപരിഷ്കാര കമ്മീഷനെക്കുറിച്ച് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ജനങ്ങൾ ഞങ്ങൾക്ക് അംഗീകാരം നൽകിയതാണ്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് 91 സീറ്റ് കിട്ടിയത്. പിന്നെ രണ്ടാമതിവിടെ പറഞ്ഞു വേണു VSനെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ആരും പ്രതിരോധിച്ചില്ല. അത് എന്തുകൊണ്ടാണ് വേണു അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സഭക്കകത്ത് ഉള്ളവരാണ് ഈ ഇരിക്കുന്നതിൽ, സഭക്കകത്തുള്ള ഒരാൾ ഞാനാണ്. ഇപ്പം അതിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, VSനെ പോലെ ഒരു സീനിയർ ലീഡേഴ്സിന് ഏതായാലും പൊളിറ്റിക്സിനകത്തൊരു ജെൻറ്റിൽനെസ്സും പൊളിറ്റിക്സിനകത്തൊരു മര്യാദയുമുണ്ട്. അതിൽ എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിക്കുന്നത് സീനിയോറിറ്റിയെ മാനിക്കണം, സീനിയോറിറ്റിയെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരാളെ ആക്രമിക്കുമ്പോൾ ആ ആക്രമിക്കുന്ന ആളുടെ പ്രായവും ആക്രമിക്കുന്ന ആളുടെ സീനിയോറിറ്റിയും മാനിക്കണം. അതുകൊണ്ടാണ് UDFനകത്ത് നിയമസഭക്കകത്തിരിക്കുന്ന ഏറ്റവും സീനിയർ ലീഡർമാർ പ്രസംഗിക്കുമ്പോൾ പോലും ഞങ്ങളെല്ലാം മൗനമായിരുന്നെല്ലാം കേൾക്കാൻ തയ്യാറായത്. പക്ഷേ മറുഭാഗത്തെ മര്യാദ ഉണ്ടായില്ല എന്നുള്ളത് വേറെ വിഷയം, അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതുമാണ്. ഈ വിഷയത്തിൽ VSുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പം UDF ഭരണപക്ഷ നിരയിൽ നിന്നും ശക്തമായ രീതിയിൽ തന്നെ VSന് വേണ്ടി പ്രതിരോധിക്കാനും VSന് വേണ്ടി വാദിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സഭക്കകത്തുള്ള ആൾ നിലക്ക് ഞാൻ സൂചിപ്പിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ ജോസഫ് വാഴക്കൻ പറഞ്ഞു എന്തൊരു നാണക്കേടാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ AK ആൻ്റണിയും നിങ്ങളുടെ വയലാർ രവിക്കും നിങ്ങളുടെ ചില നേതാക്കന്മാർക്ക് നിങ്ങളുടെ തന്നെ യൂത്ത് കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയമുണ്ട്, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രമേ മാറി നിൽക്കുകയുള്ളൂ എന്ന രീതിയിലെ പരാമർശങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ചില ആളുകൾ പറയുന്നുള്ളൂ. അത് അതിനെക്കുറിച്ച് ജോസഫ് വാഴക്കനൊന്നും ഉണ്ടാത്തത്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ധൂർത്തിനെ കുറിച്ച് പറഞ്ഞു. എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കാലത്ത് 22, 21 + 1 21 മന്ത്രിമാർ +1 ചീഫ് വിപ്പ് ഉൾപ്പെടെ 22 ക്യാബിനറ്റ് പോസ്റ്റ്, 32 സ്റ്റാഫ്. ഞങ്ങൾ വന്നപ്പോൾ അതിപ്പോൾ 19 ഒന്നും 20 ആയിട്ടുള്ളൂ. അത് മാത്രമല്ല 25 സ്റ്റാഫിൻ്റെ എണ്ണം ഞങ്ങൾ വെട്ടിച്ചുരുക്കി. ആ 25 ആക്കിയതിൻ്റെ ഭാഗമായി തന്നെ 100 സ്റ്റാഫിൻ്റെ എണ്ണം കുറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് 40 കോടി രൂപ TAD ഇനത്തിൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് ലാഭം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇത് എക്സ്പെൻസിനെ കുറിച്ചും സർക്കാരിൻ്റെ എക്സ്ചക്കറിൽ നിന്ന് പോകുന്നുവെന്ന് പരാമർശിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ 150 കോടി രൂപ പത്രപരസ്യം കൊടുത്തു, 25 കോടി രൂപ കൊടുക്കാൻ ബാക്കി. നിങ്ങൾ ജനസമ്പർക്കത്തിൻ്റെ മറവിൽ 16 കോടി രൂപ ദൂർത്തടിച്ചു തീർത്തു. ചായ സൽക്കാരത്തിന് 1.77 കോടി കൊടുത്തു. വാടക കെട്ടിടം മോടി പിടിപ്പിക്കാൻ 37.73 ലക്ഷം ചെലവാക്കി. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 26.15% ചെലവാക്കി. ഇതെല്ലാം ഏറ്റവും, അതുമാത്രമല്ല 205 അംഗീകരിക്കപ്പെട്ട വിദേശയാത്രകൾ. പിന്നെ ഞങ്ങളുടെ മന്ത്രിമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ കാറ്റൽ ക്ലാസ്സിൽ സഞ്ചരിക്കും വിമാനത്തിൽ എന്നുള്ളതാണ്. നിങ്ങളെല്ലാം പോയി എക്സിക്യൂട്ടീവിലാണ്. അപ്പോൾ ഖജനാവിന് നഷ്ടം എന്ന വാദഗതികൾ ഉയർത്തേണ്ട കാര്യമില്ല. ഇത് VSനെ പോലുള്ള ഏറ്റവും അർഹിച്ചൊരു പോസ്റ്റ് തന്നെയാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ. VSൻ്റെ അനുഭവ സമ്പത്ത് പ്ലസ് ഭരണരംഗത്ത് ചീഫ് സെക്രട്ടറി പദം അലങ്കരിച്ച 2 വ്യക്തികളുടെ, ഏറ്റവും മഹത്തായ പോസ്റ്റിന് പിരിഞ്ഞ 2 വ്യക്തികളുടെ അവരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഒത്തുചേരുമ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാനത്തിന് ഭരണത്തിനകത്ത് എന്തൊക്കെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരണമോ ആ കാര്യം ചർച്ച ചെയ്യാനും തീരുമാനിക്കാനുമാണ് ഇത്തരം ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ UDF ആശങ്കപ്പെടേണ്ട, കോൺഗ്രസ് ആശങ്കപ്പെടേണ്ട. ഇവിടെ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഭാഗത്ത് പറയും VS മഹാനാണ്, നിങ്ങളൊരു ഭാഗത്ത് പറയും അതേ നിങ്ങൾ തന്നെ ഡബിൾ സ്പീക്ക് നടത്തുകയാണ്. ഇവിടെ VSനെ പോലെ ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആ ഒരു മഹത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കണം. തീർച്ചയായും ഭരണപരിഷ്കാര കമ്മീഷനകത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കണം. അദ്ദേഹത്തിന് ഒരുപാട് കാലത്ത് അനുഭവമുണ്ട്. ആ അനുഭവവും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നീലാഗംഗാധരൻ്റെയും അതുപോലെ CP നായരുടെയും ഈ 3 പേരും ഒത്തുചേരുമ്പോൾ അത് കേരളത്തിൻ്റെ കാതലായ ഭരണപരിഷ്കാര രംഗത്ത് കാതലായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന നിർദ്ദേശങ്ങൾ ഉയർന്നുവരും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലയിൽ തന്നെ ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടും. അതിന് കേരളീയ സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അതാണ് നമ്മുടെ ഗവൺമെന്റിന് അധികാരത്തിലേറാൻ ഉൾപ്പെടെ ഭരണപരിഷ്കാര കമ്മീഷനെ കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ശ്രീ NM പിയേഴ്സൺ, രാഷ്ട്രീയമായി എങ്ങനെ നിർവചിക്കപ്പെടുന്നു ഈ ഭരണ സംവിധാനത്തിൽ VS? അതാണല്ലോ പരമപ്രധാനം. നീലാ ഗംഗാധരനെയും CP നായരെയും പോലെ ഒരു വ്യക്തിയാണോ VS അച്യുതാനന്ദൻ? ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ ഇവരുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നു, അത് നടപ്പാക്കുകയും ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷേ അതിനുള്ള ഉപാധിയായി VSനെ ഒരു അരാഷ്ട്രീയ പദവിയിൽ വിരാജിക്കാൻ ഉള്ള അവസരം നൽകിക്കൊണ്ട് ആ രൂപത്തിലാണോ അത് നിർവഹിക്കേണ്ടിയിരുന്നത്? അങ്ങനെ സാങ്കേതികമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തിൻ്റെ നായകനാക്കുകയാണോ VSനെ വേണ്ടിയിരുന്നത്? അപ്പോൾ VSനെ രാഷ്ട്രീയമായി ഏത് രൂപത്തിലാണ് ഈ പദവി നൽകുക വഴി CPM നിർവചിച്ചിരിക്കുന്നത്? അതാണ് ഉയരുന്ന ചോദ്യം. അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ VS നടത്തുന്നത് അത്ര തൃപ്തികരമല്ല എന്ന് പല ഘട്ടങ്ങളിലുമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് VS ഇത്തരത്തിലുള്ള ഒരു അധികാരത്തിലേക്ക് വരുന്ന സമയത്ത്
ആ അധികാരത്തെയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിനെ നിർവചിക്കാനും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഈ പദവി അദ്ദേഹത്തിന് നൽകപ്പെടുമോ എന്ന് സംശയം ഉയർന്നിരുന്ന ഘട്ടത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എടുത്ത ചില നിലപാടുകളിൽ തനിക്കുള്ള എതിരഭിപ്രായം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മറ്റ് രണ്ട് കാര്യങ്ങളൊന്ന് ഗീതാ ഗോപിനാഥിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മൂന്നാമത് മാധ്യമപ്രവർത്തകരും അതേപോലെ തന്നെ അഭിഭാഷകരും തമ്മിൽ തർക്കമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രി അതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടെ ഇടപെടുന്നില്ല എന്നുള്ള വിഷയം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നപ്പോൾ ഇടതുപക്ഷത്തിന് സ്വീകാര്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കാൻ വി എസ് അച്യുതാനന്ദനെ അത്ര വലിയ സംശയം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലുള്ളതായിട്ടുള്ള പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തിയാലും അത് പെട്ടിക്കകത്തുള്ള അടച്ചുപൂട്ടലായി കരുതുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അദ്ദേഹത്തിനൊപ്പം ഇരിക്കപ്പെടുന്നതായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരുടെ പോലെയുള്ളതായിട്ടുള്ള ചുമതല ആയിരിക്കില്ല അദ്ദേഹം നിർവഹിക്കപ്പെടുക. അദ്ദേഹം നിർവഹിക്കുന്ന ജോലി എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിൻ്റെ ജോലിയായിരിക്കും. വഴിയേരിയിൽ നിൽക്കുന്ന ഒരാളേക്കാൾ വളരെ നല്ല രീതിയിൽ ഭരണത്തിൻ്റെ അധികാരത്തിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇടപെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഈ സ്ഥാനലബ്ധി തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യത ബി എസ് എൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും വരാൻ പോകുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ ആ സംഭവവികാസങ്ങൾ നടക്കുക. മറിച്ച് ബി എസിനെ അറിയുന്ന ഒരാൾക്ക് അങ്ങനെ ധരിക്കാനായിട്ടുള്ള വഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ ഭാസ്വരേന്ദ്ര ബാബു, മുൻപ് പല അവസരങ്ങളിലും താങ്കൾ വിമർശിക്കുകയുണ്ടായിട്ടുണ്ട് വി എസിന് ഈ വികസനവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ എത്രമാത്രം പിന്നാക്കം നിൽക്കുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട്. അങ്ങനെ ഒരാൾ എന്നുവെച്ചാൽ നല്ല ഭരണ മികവ് പുലർത്താൻ കഴിയുന്ന വിഷണറിയായ ഒരാളല്ല എന്ന് താങ്കൾ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തെ അടിമുടി മാറ്റിമറിച്ച് ഒരു പുതിയ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പ്രായത്തിലും പാകതയിലും പ്രാഗൽഭ്യം പുലർത്തുന്ന രീതിയിലുള്ളതുമായ ഒരു സാഹചര്യത്തിലാണ് എന്ന് അങ്ങ് അംഗീകരിക്കുമോ? അവർ മൂന്ന് പേരും പറഞ്ഞതിനോട് ഭാഗികമായി യോജിക്കാൻ എല്ലാവർക്കും കഴിയുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ചർച്ച ഇപ്പോൾ അനിവാര്യമായി തീരുന്നത് ഈ പദവിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ജോസഫ് വാഴക്കൻ അങ്ങനെ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷംസീർ അദ്ദേഹം പറഞ്ഞതുമാതിരി പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെയാണ് പിയേഴ്സൻ്റെയും കാര്യം. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ ആ ഒരു നിലവാരത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അക്കാര്യത്തിൽ പ്രകടിപ്പിക്കാതെ ഇരിക്കുന്നു. ആ അവസ്ഥയിൽ അതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു ചർച്ച നമുക്ക് അനിവാര്യമായി തീരുന്നത്. ഇതിനു മുമ്പ് ഭരണപരിഷ്കാര കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ അർത്ഥത്തിൽ ഇങ്ങനെ വലിയ ചർച്ച നടക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഒരു പുതിയ പദവിയിലേക്ക് ആൾ വരുന്നു, ആ കമ്മീഷൻ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇത്ര പ്രഗത്ഭരായ രണ്ട് കമ്മീഷൻ അംഗങ്ങളെ, CP നായരെയും നീല ഗംഗാധരനെയും പോലെയുള്ള ചീഫ് സെക്രട്ടറി